ഹായ്, നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങിയിട്ട് പോലും നിങ്ങളുടെ ഫോണിന്റെ പെർഫോമൻസ് വളരെ മോശമാവുകയാണ്. നിങ്ങളുടെ ഫോൺ ഹാങ് ആയി കളിക്കുകയാണ്, സ്റ്റോറേജ് കുറയാണ്, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഫോൺ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാൽ മതി. വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫോണിന്റെ പെർഫോമൻസ് കൂട്ടാനും സ്റ്റോറേജ് കൂട്ടാനും സാധിക്കും. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് കൂട്ടാൻ അടിപൊളി ഒരു ട്രിക്കാണ് ഞാൻ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമ്മുടെ സ്റ്റോറേജ് കുറഞ്ഞു പോകുന്നത്, അതുപോലെ നമ്മുടെ ഫോണിന്റെ നെറ്റിന്റെ പെർഫോമൻസ് കുറഞ്ഞു പോകുന്നത്, ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ നല്ലൊരു മാർഗ്ഗം നമ്മുടെ ഫോണിൽ തന്നെയുണ്ട്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്ലേ സ്റ്റോറിന്റെ ഐക്കൺ കാണുന്നില്ലേ, ആ പ്ലേ സ്റ്റോറിന്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമുക്ക് സെർച്ച് ഓപ്ഷൻ കാണുന്നുണ്ട്. ആ സെർച്ച് ബട്ടൺ കാണുന്നില്ലേ, ആ സെർച്ച് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നമുക്ക് സെർച്ച് ഓപ്ഷനിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഗൂഗിൾ ഫയൽസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഏറ്റവും മുകളിൽ ഗൂഗിൾ ഫയൽസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്താലും മതി. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്, ഗൂഗിളിന്റെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് ഗൂഗിൾ ഫയൽസ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമുക്ക് താഴെയുള്ള സെർച്ച് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ഒരു ആപ്ലിക്കേഷനിലേക്കാണ് നമുക്ക് പോകുന്നത്. ഇവിടെ കണ്ടില്ല, ഇതാണ് ഗൂഗിൾ ഫയൽസിന്റെ ആപ്ലിക്കേഷൻ. ഇവിടെ നമുക്ക് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ കൊടുത്താൽ മതി. ഞാൻ ഇവിടെ അപ്ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എന്ത് ചെയ്യാണ്, ഓപ്പൺ കൊടുക്കുകയാണ്. ജസ്റ്റ് ഓപ്പണിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗൂഗിൾ ഫയൽസ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഇതാണ് ഗൂഗിൾ ഫയൽസിന്റെ ഇന്റർഫേസ് വരുന്നത്. ഇവിടെ കണ്ടില്ലേ, നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഫോട്ടോസ്, വീഡിയോസ്, എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ട് അടിഞ്ഞു കിടക്കുന്നുണ്ട്. ഇവിടെ സി ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ തന്നെ അതിശയിച്ചു പോകും, കാരണം ഇത്രയും അധികം ഫയലുകൾ ഇവിടെ സ്റ്റോർ ആയി നിൽക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, നമ്മൾ ഇന്ന് ചെയ്ത കാര്യങ്ങൾ, ഇന്നലെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് സ്റ്റോറായി കിടക്കുന്നുണ്ട്. ഇതുവഴി നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് വളരെയധികം കുറയുന്നു, സ്റ്റോറേജ് കുറയുന്നൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി കാണിച്ചാൽ, ഇവിടെ കണ്ടില്ലേ, താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡൗൺലോഡ്സ് കാണിക്കുന്നുണ്ട്. അതുപോലെയുള്ള പല ഓപ്ഷൻസ് നമുക്ക് ഇവിടെ താഴെ കണ്ടില്ലേ, വീഡിയോസ്, ഡൗൺലോഡ്സ്, പിന്നെ അതുപോലെ തന്നെ ആപ്സ്, ഇതെല്ലാം ഇവിടെ വന്നിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഒഴിവാക്കി ഫോൺ നല്ല ക്ലീൻ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ, ഏറ്റവും മുകളിൽ കാണുന്ന 3 ലൈൻസ് കാണുന്നില്ലേ, ആ 3 ലൈൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷന്റെ തൊട്ട താഴെയായിട്ട് ക്ലീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കണ്ടില്ലേ, അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇന്റർഫേസിലേക്കാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ കാണാം, താഴെ ജങ്ക് ഫയൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ചില ആളുകളിലേക്ക് വളരെയധികം ജങ്ക് ഫയൽസ് കിടക്കുന്നുണ്ട്. അപ്പൊ അവിടെ താഴെ ക്ലീൻ കൊടുത്താൽ ജങ്ക് ഫയൽസ് ഒക്കെ അവിടെ എന്ത് ചെയ്യാം, ക്ലീൻ ആവും. പക്ഷെ ഇതിലും കൂടുതൽ നിങ്ങൾ അതിശയിച്ചു പോകുന്ന ഒരു കാര്യം, താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ ഫയൽസുകൾ ഇവിടെ നമുക്ക് വെറുതെ കിടക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഡിലീറ്റ് ഓൾഡ് സ്ക്രീൻഷോട്ട്സ്, നമ്മൾ മുൻപ് എടുത്ത സ്ക്രീൻഷോട്ടുകളൊക്കെ ഡിലീറ്റ് ചെയ്യാതെ ഒരു ആവശ്യമില്ലാണ്ട് ഇവിടെ കിടക്കാൻ അത്രയധികം സ്റ്റോറേജ് നമുക്ക് ഇവിടുന്ന് നഷ്ടമാവുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതൊന്ന് നമുക്ക് ഇവിടെ കണ്ടില്ലേ, ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതായത് സെലക്ട്, നിങ്ങൾക്ക് ചില ഫയൽസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. അതിന്റെ തൊട്ട താഴെ കാണുന്നതാണ് ഡിലീറ്റ് ബ്ലറി ഫോട്ടോസ്. നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ ചിലപ്പോൾ ക്ലിയർ ഇല്ലാണ്ട് ബ്ലറായി കിടക്കുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ വേസ്റ്റ് ആയിട്ട് വന്ന് കിടക്കുകയാണ്. അതും നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ അടുത്ത ഓപ്ഷൻ വരുന്നത് ഡിലീറ്റ് ലാർജ് ഫയൽസ്. നമുക്ക് വലിയ ഫയലുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. അതും ഇതേപോലെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. അതിന്റെ തൊട്ട താഴെ കിടക്കുന്നുണ്ട് ഡിലീറ്റ് അൺയൂസ്ഡ് ആപ്സ്. നമ്മൾ കുറെ കാലമായിട്ട് ഉപയോഗിക്കാത്ത ആപ്പുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്നിട്ട് വേസ്റ്റ് ആയിട്ട് ഇവിടെ കിടക്കാൻ, നമ്മൾ ഉപയോഗിക്കുന്നില്ല, പക്ഷെ നമ്മുടെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ പെർഫോമൻസിനൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാം. വേണ്ടാത്തതാണെങ്കിൽ അൺടിക്ക് ചെയ്യാം, വേണ്ടതാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടതാണെങ്കിലൊക്കെ ടിക്ക് ചെയ്തിട്ട് ഇവിടെ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അൺഇൻസ്റ്റാൾ ചെയ്യാനും അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാനും സാധിക്കും. ഇനി അതിന്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡിലീറ്റ് ഡൗൺലോഡ് ഫയൽസ്. നമ്മൾ വെറുതെ മുൻപൊക്കെ ഡൗൺലോഡ് ചെയ്ത, അനാവശ്യമായിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്ത ഫയലുകളൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഒഴിവാക്കാൻ പറ്റും. നല്ല രീതിയിൽ സ്റ്റോറേജ് ലാഭിക്കാൻ സാധിക്കും. ഇനി ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വേണ്ട ഫോട്ടോസോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് പ്രൊട്ടക്റ്റഡ് ആണോ, അതിൽ വൈറസുകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, നമ്മുടെ ഫോണിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടില്ലേ, ഗോ ടു പ്ലേ പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട് സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഹാംഫുൾ ആപ്സ് ഒന്നും കാണിക്കുന്നില്ല എന്ന് കാണിക്കുന്നു. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആ സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസോ ആപ്സുകൾ കാര്യങ്ങൾ ഇതിലൊക്കെ എന്തെങ്കിലും വൈറസുകളോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഇത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നമ്മളോട് പറഞ്ഞു തരും. ഇവിടെ കണ്ടില്ല, ഞാനൊന്ന് ജസ്റ്റ് സ്കാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഇതിലൊന്നും അങ്ങനത്തെ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ല എന്നുള്ള. എല്ലാവരും നിങ്ങളുടെ ഫോണിൽ നിന്ന് ചെയ്തു നോക്കുക.